ഇന്ന് നമ്മൾ ഉണക്കമീൻ വറക്കാനാണ് പോകുന്നത്. നല്ലൊരു വിഭവമാണ് ഉണക്കമീൻ വറുത്തത്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അത് നല്ല രീതിയിൽ ഈ ഉണക്കമീൻ വറക്കുന്നത് എന്ന് കാണിച്ചു തരാം. അല്ല, ഈ വറ്റയിന്ന് നമ്മൾ വറക്കാൻ പോയത് ഉപ്പിലിട്ട് ഉണക്കിയ വറ്റയാണ്. നല്ല പച്ച വറ്റ ഉണക്കിയതാണ്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 1-1.5 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടെങ്കിൽ ഇതിൻ്റെ ഉപ്പ് പോകുള്ളൂ. അപ്പോൾ നമുക്കിത് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇത് ഇത്തിരി ഉപ്പ് കൂടുതലുള്ള വറ്റയാണ്, ഇതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. നമ്മൾ വെള്ളത്തിലിട്ട് ഉണക്കമീൻ ഇപ്പോൾ കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തോലി പെട്ടെന്ന് പൊളിച്ചെടുക്കാവുന്ന രീതിയിൽ ഇത് കുതിർന്ന് ഇതിൻ്റെ ഉപ്പുമൊക്കെ കുറേ വെള്ളത്തിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിനുള്ള ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കണം. ഇങ്ങനെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. നല്ല കുതിർന്നുകൊണ്ട് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് തൊലി പോരും. ഈ തൊലി അങ്ങ് പൊളിച്ചെടുത്ത് മാറ്റാം. അതും മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യുന്നവരായിട്ട് സൂക്ഷിച്ചു പോകുന്നു. നമ്മൾ ഒഴിച്ച് വെച്ച എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മീൻ പറിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ മുരിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത വശം കൂടി മറിച്ചിട്ടിരിക്കണം. ഉണക്കമീനാണ്, ശ്രദ്ധിക്കണം. ഒരുപാട് ഇട്ട് കരിഞ്ഞു പോകരുത്. അപ്പോൾ കരിഞ്ഞ ചെറിയ ഇട്ടിട്ടുണ്ട്. ഇതാ ചുവന്ന് വന്ന് ഈ സാധനം കറയായി. ഇനി നമുക്കിത് കോരിയെടുക്കാം. എണ്ണയിലേക്ക് നമ്മളിപ്പോൾ സവാളയും കുടിക്കുന്ന ഒരു സവാളയും കുറച്ച് വേപ്പിലയും കൂടിയിട്ട് മുറിക്കാൻ പോകുന്നത്. ഉള്ളി ആയിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സവാളയും. എന്നിട്ട് രുചിക്ക് വ്യത്യാസമൊന്നും വരില്ല. എല്ലാത്തിനും നല്ല രുചി തന്നെയാണ്. ഇതിനകത്ത് വേറെ ഉപ്പ് ചേർക്കണ്ട. ഈ മീനിന് ഉപ്പ് കൂടുതലുള്ളതുകൊണ്ട് സവാളയിൽ ഞാൻ ഉപ്പിടുന്നില്ല. മീനിലുള്ള ഉപ്പ് തന്നെ സവാളയിൽ പിടിക്കും. ഇപ്പം മൊഴിയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ സിമ്മിലിടുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം വേണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാൻ. അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ സിമ്മിലിട്ടിരിക്കുകയാണ്. ഞാൻ ഓഫ് ചെയ്യുകയെന്ന് വെച്ചാൽ. ഇനി നമുക്ക് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സുന്ദരമായ മീൻ വറുത്തത് റെഡി. തിന്നാനും ടേസ്റ്റാണ്. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതാ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയി കഴിഞ്ഞു.
At 29 and I find myself wondering, what did happen to the last 10? I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. Life lessons come one in a dozen.